എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുട്ട റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 50 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു 10 മുട്ടയാണ് റോസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാള ഒരു 3 എണ്ണം ചെറുതായിട്ട് വെട്ടിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, വലിയ തക്കാളിയാണ് ഒന്ന് സ്ലൈസ് ചെയ്തത്. ഒരു 5 ഇതൾ വെളുത്തുള്ളി 2ആയിട്ട് കട്ട് ചെയ്തത്. ഒരു 5-6 പച്ചമുളക്. അപ്പം ഞാൻ വെച്ച വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ കടുക്, ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 5 ഇതൾ വെളുത്തുള്ളി 2ആയിട്ട് കട്ട് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഒരു 5-6 പച്ചമുളക്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടു. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഒരു 3 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി 1/2 സ്പൂൺ ഉപ്പ് നമുക്ക് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മുടെ സവാള നന്നായിട്ട് ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് ഒരു തക്കാളിക്ക് ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളിക്കാലും ഈ തക്കാളിക്കും കൂടെ ഒന്ന് നന്നായിട്ട് സവാളയിൽ വെന്ത് ചേരണം. എന്നിട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളിക്കും സവാളയിൽ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊന്ന് ഇട്ട് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മസാല പൊടിച്ചത് ഒരു 1/2 സ്പൂൺ, കുരുമുളക് പൊടിച്ചത് ഒരു 1/2 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ. എരിവുള്ള മുളക് പൊടിയാണ്. എരിവ് കുറവ് മതിയെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി മതി. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടു. ചെറിയ സ്പൂണാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മല്ലിയും മുളകും ചേർക്കാവുന്നതാണ്. പിന്നെ ഒന്ന് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചു. ഇനി മസാല ഒന്ന് നന്നായിട്ട് ചൂടാക്കണം. ഈ മസാലകളൊക്കെ നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ്, അതുകൊണ്ട് തന്നെ വേഗം മൂത്ത് കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉപ്പ് നോക്കണം. മസാല നന്നായിട്ട് ഒന്ന് വെന്ത് യോജിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് കുറവുണ്ട്, ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണ്. നന്നായിട്ട് വെട്ടിത്തിളച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം. പിന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഗ്രേവി ഒന്ന് വറ്റിച്ച് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് വെട്ടിത്തിളച്ച് ഒരു 1-2 മിനിറ്റ് ആയിപ്പോൾ. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പ്ലേറ്റിൽ. ആ ഗ്രേവിയിലുള്ള ഒരു ഉപ്പും മസാലയും മുട്ടയിലോട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ഗ്രേവിയിലോട്ട് നിരത്തി വെച്ചു കൊടുക്കണം. മുട്ടയെല്ലാം നിരത്തി വെച്ചു. ഇനി മുട്ടയും ഗ്രേവിയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് സമയം കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് വറ്റി കിട്ടുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് മുട്ടയിൽ നന്നായിട്ട് ഗ്രേവി ആ എരിവൊക്കെ ഒന്ന് ഉപ്പും ഒക്കെ പിടിച്ച് കിട്ടും. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് കൂടെ നന്നായിട്ട് ലൈറ്റായിട്ടുള്ള തീ മതിയാവും. തീ കൂടിയൊക്കെയാണ് ചിലപ്പോൾ അടിയിൽ പിടിച്ചു. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് നന്നായിട്ട്
തിക്ക് ഗ്രേവി അവിടെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. സിമ്മണിക്കാം. നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളർ ഇതുപോലെ കിട്ടും. ഒരു ഫുഡിലും നിങ്ങൾ ആവശ്യമില്ലാതെ യാതൊരുവിധ ഫുഡ് കളറും ചേർക്കരുത്. ഇതൊക്കെ മാരകമായ രോഗങ്ങളുണ്ടാകാനുള്ള കാരണങ്ങളാകും. ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് നമ്മുടെ മുട്ട റോസ്റ്റ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല നിറമുണ്ട്. നല്ല മുളക് പൊടി ആയതുകൊണ്ടാണ്. മില്ലിൽ പൊടിക്കുന്നതാണ് മുളക് പൊടി. കഴുകിയിട്ട് പാക്കറ്റ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ നിറവും ഇതൊന്നും കിട്ടില്ല. മുട്ട റോസ്റ്റ് ഇതുപോലെ നന്നായിട്ട് ചെയ്യാനറിയാവുന്നവരായിരിക്കും അധികവും. എന്നാൽ മുട്ട റോസ്റ്റ് നന്നായിട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരുണ്ടാവും. ഇഷ്ടപ്പെടുന്നവർ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.